നമസ്കാരം, മൈ വേൾഡ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ UAE-യിലാണ്. UAE-യിലെ വിശേഷങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മുടെ മൈ വേൾഡ് ട്രാവൽ ബ്ലോഗ് എത്തിയിരിക്കുകയാണ്. UAE-യിലെ വിശേഷങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാമാണ്. രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വാഷിംഗ് സെൻറ്ററിലേക്ക് പോകുകയാണ്. രാവിലെ നോക്കിയപ്പോൾ കാറിൽ മുഴുവൻ കിളി അപ്പിയിട്ടിരിക്കുക. ആ അപ്പി ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ UAE-യിലെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ പാലിച്ചേ പോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ വണ്ടി ഓടിച്ചതുപോലെ അല്ല. ഇവിടുത്തെ വണ്ടിയുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുവശത്തൂടാണെങ്കിൽ ഇവിടെ വലതുവശത്തൂടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. സിഗ്നലും കാര്യങ്ങളും അവിടെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റ് സ്പീഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. നമ്മുടെ ലൈസൻസ് തന്നെ ജീവനാന്ത കാലത്തേക്ക് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഡ്രൈവിംഗ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. വളരെ പഞ്ച്വലായിട്ട്, വളരെ കാര്യമായിട്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് ആരെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ കേരളത്തിലാണ് അവനെ മുഴുവൻ തന്തയ്ക്ക് വിളിക്കും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും വിളിക്കാനില്ല, അവൻ പോകാൻ വേണ്ടി സമയം കൊടുക്കണം. അതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അതൊക്കെ പാലിച്ചാണ് നമ്മളിവിടെ വണ്ടി ഓടിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു RTO വണ്ടി വരുന്നുണ്ട്. അവരിങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ റോഡുകളിൽ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവരെ ഇതുപോലെ എപ്പോഴും നമുക്ക് റോഡിൽ കാണാവുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിയമപരമായ കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം അവർ ഉപദ്രവിക്കാറില്ല. നമ്മുടെ നാട്ടിൽ എന്നോട്ട് കൈ കാണിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പെനാൽറ്റി അടിച്ച് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരിപാടികളല്ല. നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇടപെടാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാഷിംഗ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അതൊരു പെട്രോൾ സ്റ്റേഷനാണ്. ആ പെട്രോൾ സ്റ്റേഷനിൽ തന്നെ വാഷിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് അവിടേക്ക് ചെന്നിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാം. ടാക്സിയാണ്. ഇതിലൊക്കെ പണ്ട് കാലത്ത് ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അബുദാബി മുഴുവൻ കറങ്ങാൻ പറ്റാവുന്ന പച്ച ടാക്സി ഉണ്ടായിരുന്നു. പച്ചകളുടെ ടാക്സി എന്നാണ് അതിനെ വിളിക്കപ്പെട്ടത്. പാകിസ്ഥാനികളാണ് അതിനകത്ത് കൂടുതലുണ്ട്. അതൊക്കെ ഇന്ന് നിർത്തി. ഇപ്പം മീറ്റർ ടാക്സി ആയി, സ്റ്റാൻഡേർഡായി. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായി. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഞങ്ങൾ വളരെ വർഷം ഇവിടെ താമസിച്ചത്. സിയാദ് മാള്, അതിൻ്റെ മുമ്പിൽ ഒരു ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഈ റെസിഡൻസിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കാർ വാഷ് ചെയ്യാനൊക്കെ പോലെ എളുപ്പമായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് സിഗ്നൽ ഓപ്പണായിട്ട് തന്നിരിക്കുകയാണ്. ഞാൻ തന്നെ U-ടേൺ എടുത്ത് നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് പോവുക. സിഗ്നൽ ഞങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ തന്നിരിക്കുക. ഇതാണ് ഞങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് കയറുകയാണ്. ഇത് അഡ്നോക്കിൻ്റെ തന്നെയാണ്. ഇനി ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഓട്ടോ വാഷ് 2 ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇതോടെ ലൈൻ നിൽക്കും. മുമ്പിലുള്ള വണ്ടി മുന്നോട്ട് കയറി. അടുത്ത ചാൻസ് ഇനി നമുക്കാണ്. വാഷിംഗ് ഇതുണ്ടോ, മിസ്റ്റ് പോലെ ഇങ്ങനെ അടിക്കുക. മറ്റേ നമ്മുടെ വണ്ടി കഴുകുന്നു ഉണ്ടോ, ഇതാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം. ഇവിടുത്തെ 50 ദിർഹംസാണ് ഇപ്പം. നേരത്തെ ഒരു കാലത്തൊക്കെ ഇത് 20 രൂപ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ മാറി 50 രൂപയാണ് ഇപ്പോൾ വാഷിങ്. ഇതുപോലുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം. നന്നായിട്ട് പുറവശം കഴുകുന്നു. പുറവശത്ത് സ്പ്രേ ചെയ്ത് അത് സോപ്പിട്ട് കഴിഞ്ഞു. അതിന് ശേഷം വെള്ളം ഒഴിച്ച് അടിച്ച് ക്ലീനാക്കി വരിക. അപ്പോൾ ഇനി അടുത്ത എൻ്റെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കാലിയായി. സിഗ്നൽ വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ കാശ് മേടിക്കാതെ അവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് വന്ന് അനൗൺസ് ചെയ്തില്ല. അത് നമ്മളെ വിളിക്കും. ആ സമയത്ത് നമ്മൾ അകത്തോട്ട് കയറും. നോക്കാം. ചെയ്തോ, എത്ര അടിക്കാൻ 50 അടിക്കുമ്പോൾ എന്താ എല്ലാം ഉണ്ട്. അപ്പോൾ അതും അതിനകത്തും വ്യത്യാസമായില്ല. ഒന്നിച്ച് നേരത്തെയൊക്കെ പണ്ടും കണ്ടോ ഒന്നേ അടിക്കുമ്പോൾ അതൊന്നുമില്ല. ഞാൻ ഇവിടെ 50 എടുത്തു. അപ്പോൾ കാശും കൊണ്ട് ആൾ പോയി 50 രൂപ. അപ്പോൾ അതിനകത്ത് ചില പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കണ്ട് അതിനകത്തോട്ട് കയറുകയാണ്. വാഷ്ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ട് ആൾ മുന്നിലുണ്ട്. എന്താണ്ട് മിഷൻ വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു വെള്ളം അടിച്ചല്ലോ. ഗ്ലാസ് കിളത്തിയിട്ടില്ല. അതുകൊണ്ട് വെള്ളം അകത്തോട്ട് വീണിട്ടുണ്ട് ഇച്ചിരി. വേണ്ട, അതിങ്ങനെ വെള്ളം അടിച്ച് പോവുക.
അങ്ങനെയാണ് പരിപാടി. ഞാനിപ്പോൾ ഇച്ചിരി നനഞ്ഞു. എൻ്റെ കൈയൊക്കെ എന്താ ഗ്ലാസ്സിന് പൈസ കൊടുത്ത ഗ്ലാസ് കളത്തിയില്ല, കുഴപ്പമില്ല. ഓക്കെ, ഞങ്ങളിങ്ങനെ 2-3 പേരുണ്ട്. ഒരാളിങ്ങനെ ഒരു ജവാൻ പുറകിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത വന്നിരിക്കുന്ന വെള്ളം അടിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. വണ്ടിയിലെ മുഴുവൻ ഇങ്ങനെ സോപ്പിടും. സോപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് ഇരുട്ടിലായതുപോലെ തോന്നുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ, ആദ്യത്തെ സെക്ഷൻ വെള്ളം അടിച്ച് പോയി, അത് സോപ്പിട്ടു. സോപ്പിട്ട് കഴിഞ്ഞാൽ അടുത്തത് അവരുടെ ഒരു വെള്ളം അടിച്ചുള്ളൊരു സ്പ്രേ ഉണ്ട്. ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. കണ്ടോ, സ്പ്രേ അടിച്ച് മാറ്റുക. ഞങ്ങൾ ഗ്ലാസ്സിലെ കാക്കത്തീട്ടം പോയിട്ടില്ല, അതിപ്പോഴും ഇരിക്കുകയാണ്. അത് മാഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ വെള്ളം അടിച്ച് പോവാം. ഹൈ പ്രഷറാണ്, ഹൈ പ്രഷറുള്ള സംഭവം. ബാക്കിലോട്ട് പോയി, ഇനി ഒന്നുകൂടെ തിരിഞ്ഞു വരും. രണ്ട് സൈഡിലും അതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫ്രണ്ട് വശത്ത് അടിയിലോട്ട് പോകാൻ വേണ്ടി അതിന് വേറെ സംവിധാനമുണ്ട്. അടിയിലും മുകളിലും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ മുമ്പിലൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. വേണ്ട, അത് കഴുകാന്ന് തോന്നുന്നു. അവനെന്തോ നമ്മൾ കണ്ട മണ്ടയ്ക്കൂടി ഇട്ട് ഉരച്ച് കറക്കി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മേളിൽ കൂടെ പോകുമെന്ന് അറിയത്തില്ല. ഉണ്ട്, നമ്മുടെ മണ്ടയ്ക്കൂടെ അവൻ കയറി. വെള്ളമുണ്ട്, ബ്രഷും ഉണ്ട്. നമ്മൾ കൈ തൊട്ട് തുടച്ച് ഏർപ്പാട് പോകുന്നതിന് പകരം ഇപ്പോൾ കണ്ടോ ഇതുപോലുള്ള സാധനം കറക്കി കാര്യമായിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി കാക്കത്തീടം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ശകലം അവർ നിർത്തിയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ഗ്ലാസിൻ്റെ അത് പോയി. ആ ഗ്ലാസ് ചെറിയ കാക്കയുടെ അപ്പി പോയി. കാക്കയോ പ്രാവോ എന്തായാലും ആകാം. അത് മാറി, ഇതാണ്ട് മാറിപ്പോയി. ഇതാ സൈഡിലോട്ട് അതിങ്ങനെ പോയി. ഇങ്ങനെ സൈഡിലോട്ട് വരുന്നുണ്ട്. ഹൈ പ്രഷറിലാണ് ഇത് വിടുന്നത്. നമ്മൾ ക്യാമറ പിടിക്കുന്നതുകൊണ്ടായിരിക്കും അവർ 1 മിനിറ്റ് നിർത്തി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിൽ ഏതെങ്കിലും രീതിയിൽ കാഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇച്ചിരി കൂടെ ഒന്ന് സമയമെടുത്ത് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് അതിന് ഇപ്രാവശ്യം പഴയതുപോലെ അല്ല, അവർ കുറേ കൂടെ സമയം എടുത്ത് തരുന്നുണ്ട് കേട്ടോ.
ഓക്കെ. കാർ വാഷ് കഴിഞ്ഞ് ഞങ്ങൾ അഡ്നോക്കിൻ്റെ പമ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി UAE വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് ഞങ്ങൾക്കൊരു മോട്ടീവാകും. താങ്ക് യു.